ഹായ്, സിനീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ദിവാലി വിഷസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വീറ്റായിട്ട് തന്നെയാണ്. 10 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്, കോക്കനട്ട് ബർഫിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഡബിൾ ലെയർ കോക്കനട്ട് ബർഫിയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, 10 മിനിറ്റ് മതി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്രഷ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും യൂസ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് ഇങ്ങനെ ഒരു ബൗളിന് 1 ബൗൾ തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇതൊരു പാനിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് ചൂടാക്കിയിട്ട് എടുക്കാം. ഫ്രഷ് കോക്കനട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കോക്കനട്ട് ബർഫി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ പാലും പഞ്ചസാരയൊക്കെ ചേർക്കുന്നതിനേക്കാളും ഈ ഒരു കപ്പ് തേങ്ങയും 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ബർഫി പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരും. അപ്പോൾ നമ്മുടെ ബർഫി റെഡിയായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു വ്യത്യാസമായിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് തേങ്ങ മാത്രം മതിയെങ്കിൽ ഇത് ചേർക്കണ്ട. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസിന് പകരം ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർക്കാം, ഏതെങ്കിലും ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ചേർക്കാം. ഇത് രണ്ടും ചേർത്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നല്ലൊരു ടെക്സ്ചർ കിട്ടും നമ്മളുടെ ബർഫിക്ക്. പിന്നെ കുറച്ചുകൂടി ടേസ്റ്റിയാണ്, ഫുള്ളി തേങ്ങ മാത്രമല്ലാതെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർഫി ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി പോർഷൻ എടുത്തിട്ട് നമുക്കൊരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡബിൾ ലെയർ ബർഫിയാണ് ചെയ്യുന്നതെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ പകുതി പോർഷൻ മാറ്റുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ലെയർ ഒന്നും വേണ്ടെങ്കിൽ ഫുള്ളി സെറ്റ് ചെയ്യാനായിട്ട് മാറ്റാം. ഇനി ബാക്കി പകുതിയിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചോക്ലേറ്റ് ലെയറായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കൊക്കോ പൗഡർ ചേർത്തത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ലെയർ വേണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കളർ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കളറായിട്ട് കിട്ടും, പിങ്ക് കളറോ അങ്ങനെയൊക്കെ ചേർക്കാം. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തതിൻ്റെ പുറത്തേക്ക് മേളിലിട്ടിട്ട് അതുകൂടെ സ്പൂൺ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, കുറച്ച് നെയ്യ് തടവിയിട്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് നട്ട്സും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിലും പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാം. നമുക്കിനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചിട്ടെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ട്രൈ ചെയ്ത് നോക്കുക. 10 മിനിറ്റ് മതി ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ബർഫി റെഡിയാണ്. ഡബിൾ ലെയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മേളിൽ ആ ചോക്ലേറ്റി ലെയറും അതുപോലെ താഴെ നമ്മുടെ ആ ഒരു കോക്കനട്ട് ലെയറും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.